അന്വേഷണത്തിൽ ഉണ്മയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ രാധാകൃഷ്ണ കാര്യം, രാധാകൃഷ്ണ പാരസ്പര്യം പറഞ്ഞു, അല്ലെങ്കിൽ തത്വം, ശിവശക്തി സങ്കല്പം പറയുമ്പോ തന്നെ അതിൽ ഗുരു പാരസ്പര്യം, ഗുരു ശിഷ്യ പാരസ്പര്യം, ഇതിലൊക്കെ അനുഭവസ്ഥിതി എന്താണെന്നുള്ളതാണ്. അതായത് അത് എങ്ങനെയായിരിക്കും ഒരു വശത്ത് അതിന്റെ അനുഭവകർത്താക്കൾ അനുഭവിക്കുക എന്നതാണ് ചോദ്യം. കാരണം ഈ ചോദ്യത്തിന് കാരണം ആത്യന്തിക സാക്ഷാത്കാരം എന്ന് പറയുന്നത് പല രീതിയിൽ പറയാറുണ്ടോ. ഒന്ന് ആത്മസാക്ഷാത്കാരം, ചിലര് പറയുന്നു ശൂന്യത്തിന്റെ സാക്ഷാത്കാരം, ചിലര് പറയുന്നു ഉണ്മയുടെ സാക്ഷാത്കാരം, ചിലർ പറയുന്നു സച്ചിദാനന്ദം. അപ്പൊ ഈ അനുഭവസ്ഥിതികളിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ ആകർഷണീയമായിരിക്കുന്ന ഒരു ബദ്ധാവസ്ഥയിൽ, ബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ആ അവസ്ഥയിൽ, അനുകമ്പനാവസ്ഥയിൽ, റിതമിക് ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു വശത്ത് അതിൽ പങ്കുചേരുന്ന അനുഭവസ്ഥിതി എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആദ്യമായിട്ട് ഈ സാക്ഷാത്കാരം ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മസാക്ഷാത്കാരം എന്നുദ്ദേശിക്കുന്നത് അവനവനെ സാക്ഷാത്കരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സെൽഫ് റിയലൈസ് ചെയ്യുക എന്നുള്ളത്. ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് പിന്നീട് നമ്മുടെ അദ്വൈത പണ്ഡിതന്മാർ, വേദാന്ത പണ്ഡിതന്മാർ ആക്കിയെടുത്തിരിക്കുന്നതാണ്. അവനവൻ്റെ സ്വത്വത്തെക്കുറിച്ച് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. അതുതന്നെയാണ് സത്ത്. ചിത്തിലെയും ആനന്ദവും തന്നിലുണ്ട് എന്നറിയുന്നതും സത്ത്. അതുകൊണ്ട് ആ സച്ചിദാനന്ദം അവിടെ തന്നെ ആയിക്കഴിഞ്ഞു. പിന്നെ ശൂന്യതയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ശൂന്യതയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശൂന്യത അനുഭവിക്കുക എന്നുള്ളതാണ്. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എത്തിനോട്ടം പോലെ അനുഭവിക്കുകയും അത് കഴിഞ്ഞ് ആ സത്തവസ്ഥയിൽ നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവത്തിൻ്റെ കാര്യത്തിൽ. അപ്പം സാറ് ഉദാഹരിച്ച 3 തരത്തിലുള്ള സാക്ഷാത്കാരങ്ങൾ അതിനകത്ത് ഒരേ കാര്യം തന്നെയാണ്. പിന്നെ ഏകം സത്ത് വിപ്രാ ബഹുതാവതി എന്ന് പറയും. പ്രാജ്ഞന്മാർ സത്യത്തിനെ പലതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ശീലം ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ പലതായി കാണാനും പല ഭാഷകളിൽ പറയാനും. ഇപ്പോൾ ഗുരുദീപിൻ്റെ ടെർമിനോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ടെർമിനോളജി ആയിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം എന്തോന്നോ പറഞ്ഞു. ആ പറഞ്ഞതിനെ കേട്ടുകൊണ്ടിരുന്നവർ അവരുടെ ഭാഷയിലത് വ്യാഖ്യാനിച്ചു. ഇത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു തർജ്ജമയിലൂടെയോ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലെത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഭാഷയുടെ ഉപയോഗം കൊണ്ടാണ് അതിനൊക്കെ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കണം. അനുഭവിക്കുന്നത് സ്വാനുഭവങ്ങളെ എങ്ങനെയാണ് സംവേദനം ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു പരിമിതിയിലാണ് ബുദ്ധന്മാരെല്ലാവരും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്ന ഉപായം എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന സിമ്പലുകളെ, പ്രതീകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാദേശിക ഭേദങ്ങൾ ഈ സത്യഭാഷണത്തിന് വന്നിരിക്കുന്നത്. അവർക്ക് പറയാമെന്നുള്ള ജോലിയുണ്ട്. കാരണം പാൽ ചുരത്തിയേ വെക്കുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയാണത്. അപ്പോൾ ആ അവസ്ഥയിൽ അവരിൽ നിന്നത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സിമ്പലുകൾ കൂടെ. കാരണം വെച്ചാൽ അവിടെയുള്ളവർക്ക് മനസ്സിലാവണമല്ലോ. അല്ലാതെ ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ ചെന്നിട്ട് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച്, ആത്മബോധം, മായ, പിന്നെ ഗുർജീഫ് പറയുന്ന കുറേ കാര്യങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് പറഞ്ഞാൽ അവിടെ ആർക്കും മനസ്സിലാകുകയില്ല. വളരെ പ്രാഥമികമായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അവിടെ ഉള്ളവർക്ക്. അപ്പോൾ അവരുടെ ഭാഷയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അവരുടെ ഭാഷയിൽ കൂടി ഇത് സംവേദനം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാലും. അപ്പോൾ ഇതുകൊണ്ടാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാറ് പറഞ്ഞ എല്ലാ സാക്ഷാത്കാരവും ഒന്ന് തന്നെയാണ്. പലരും പലതായിട്ട് പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു വ്യത്യാസവും അതിനകത്തില്ല. പിന്നെ സാറിപ്പോൾ അതിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഈ പാരസ്പര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പ്രാപഞ്ചിക സത്യമാണ്.
പ്രാപഞ്ചിക സത്യമെന്ന് പറഞ്ഞാൽ ഒരു വ്യാവഹാരികതയാണ്, പാരമാർത്ഥികതയല്ല. പാരമാർത്ഥികമായിട്ട് ഒന്നായിരിക്കുന്ന സാറ് വ്യാവഹാരികമായി പലതായി പിരിഞ്ഞ് ഒരു പാരസ്പര്യത്തിലേക്ക്, അനേകം പാരസ്പര്യങ്ങളിലേക്ക് പിരിയുന്നു എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ അതനെയാണ് പ്രപഞ്ചമെന്ന് സാറും ഞാനും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് ഏകനായിരുന്നു. ആ ഏകനായിരുന്ന സാറ് പലതായി പിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാപഞ്ചികമായിരിക്കുന്ന ഏതവസ്ഥയിലും പാരസ്പര്യത്തിന് മുൻതൂക്കം ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഇത് മനസ്സിലാക്കണം. പാരസ്പര്യത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല എന്നർത്ഥം. എല്ലായിടത്തും പ്രപഞ്ചത്തിൻ്റെ ആ ഇടപെടൽ കാണാം. ഇന്നിപ്പോൾ രമണ മഹർഷിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച ഒരു ദേവദാസി നർത്തകിയുടെ കഥ ശ്രീമദ് ബൈജു അരുണാചലം ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. വളരെ ആഹ്ലാദവും ആനന്ദവും ദുഃഖവും അത് വായിച്ചപ്പോൾ തോന്നി. അദ്ദേഹത്തിൻ്റെ സാധനയുടേതായ ഏകാന്തതയിൽ ഭൗതിക ജീവിതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിരാശ വളരെ സ്പഷ്ടമായി അദ്ദേഹത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കെ ആ ശരീരം, ആ വിലപ്പെട്ട ശരീരം കൃമികീടങ്ങൾ ഭക്ഷണമാക്കി കൊണ്ടിരിക്കുന്നതും അതിൻ്റെ ദുർഗന്ധം വമിക്കുന്നതും കൊണ്ട് കുട്ടികൾ അദ്ദേഹം ഇരിക്കുന്ന ആ താഴ്ന്ന ഭാഗത്തേക്ക്, ഗുഹ പോലെ താഴ്ന്നിരിക്കുന്ന ഭാഗത്തേക്ക്, എറണാകുളത്തിൽ പോയാൽ കാണാമത്, കല്ലെറിയുന്നത് കണ്ടുകൊണ്ട് ആ സ്ത്രീ, ആ ദേവദാസിയായ സ്ത്രീ എത്തി നോക്കുമ്പോൾ അവിടെ ഒരു ബാലകൻ ഇരിക്കുകയാണ്. കൗപീനമാത്രധാരിയായിരിക്കുന്നു, ധ്യാനത്തിലിരിക്കുന്നു. അയാളുടെ ദേഹം മുഴുവൻ പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുക. മൃതശരീരങ്ങളിൽ ആഹാരമാക്കുന്ന പുഴുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആ കുട്ടികളെയൊക്കെ ഓട്ടിച്ച് കളയുക. ഈ കുട്ടികളുടെ രൂപത്തിൽ കുട്ടികളായി വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കണം. ആ കർമ്മങ്ങൾ അവിടെ തീർന്നേ ഒക്കുള്ളൂ. ആ അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ശ്രമത്തിനുള്ള ഒരു സാധ്യതയും പ്രകൃതി ഉപയോഗിക്കാതിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആരെയും വെറുതെ വിടില്ല. ഞാനതാണ് പറഞ്ഞത്. പാരസ്പര്യത്തെ നിഷേധിക്കുമ്പോൾ പ്രകൃതി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ മുന്നോട്ട് വെച്ച് കളയും. ഇത് ബുദ്ധന്മാർക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്കത് മനസ്സിലാവില്ല. നമ്മളൊരു ആരാധനയോട് ബുദ്ധന്മാരെ കാണുമ്പോൾ ഒരുപക്ഷെ ഇത് കേട്ടാൽ ദേഷ്യം വരും. ചിലർക്ക് ദേഷ്യം വരുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ പാരസ്പര്യത്തിൽ നിന്ന് ഏകാന്തമായി അവർ മാറുകയാണ്. ഈ ഏകാന്തമായി മാറുന്നതാണ് ഏകാഗ്രതയ്ക്ക് ഐച്ഛികമെന്ന് ഉള്ളത് സത്യമാണെന്നിരിക്കലും പ്രകൃതിയുടെ ധർമ്മം എന്താണ്, പ്രാപഞ്ചികമായിരിക്കുന്ന ധർമ്മം എന്താണ്? പാരസ്പര്യമാണ്, ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ആ എലോൺനെസ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, അത് നമ്മൾ ഉപേക്ഷിക്കുന്ന സമൂഹത്തെ നമുക്ക് പിന്നീട് സേവിക്കേണ്ടിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഗൗതമ ബുദ്ധനായതിനു ശേഷം സിദ്ധാർത്ഥൻ തിരിച്ച് ആ ജനപദത്തിലേക്ക് തിരിച്ചിറങ്ങിയത്. അവിടെ ഇറങ്ങി വന്ന് സംസാരിച്ചിട്ട് ഈ വിഹാരം മുഴുവൻ നടത്തിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് അറിഞ്ഞിട്ടല്ല. ഗിരിപ്രഭാഷണത്തിൽ കൂടെ പുരുഷാരങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ കാര്യമൊന്നുമില്ലയെന്ന് യേശുക്രിസ്തുവിനും അറിയാം. പക്ഷേ ഈ പാരസ്പര്യത്തിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അതൊരു പ്രധാനപ്പെട്ട തത്വമാണ്. അങ്ങനെ ഇരിക്കുന്നതായ രമണ മഹർഷിയെ ഒരു സ്ത്രീ വന്ന് ശുശ്രൂഷിച്ച് ആചരിച്ച്
ചോറ് ആഹാരം വച്ചു കൊടുക്കുകയും ശരീരത്തിൽ വച്ചു കൊടുക്കുകയും സ്വമേധയാ ആ ശരീരം ആഹാരം കഴിക്കുന്നതായിട്ട് കുറച്ച് കഴിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അവരുടെ ശ്രദ്ധ തുടർന്നു പോകുന്നത് കൊണ്ട് ആ ശരീരത്തിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് കിട്ടി. അപ്പോൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ആസ്തിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം, യജ്ഞാസികളെ സംബന്ധിച്ചിടത്തോളം, ആരായാലും ശരി, അവർക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, ആ ദേവദാസി സമ്പ്രദായത്തിലുള്ള സ്ത്രീ തന്നെയാണ്. ഇതേ കഥാപാത്രം സിദ്ധാർത്ഥൻ്റെ അവിടെ സുജാതയായിട്ട് വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഇവിടെ മാർത്തയും മറിയവുമായിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ചിത്തിൻ്റേതായ ഏകാന്തതയിലേക്ക്, ആ ഗൗരവത്തിലേക്ക് പോകുമ്പോൾ അതിനെ ശീതളിമ കൊണ്ട് പൊതിയത്തക്കവണ്ണം ആനന്ദം പുറകേ വരുന്നു. അതാണ് രമണ മഹർഷി അവിടെ പറഞ്ഞതായിട്ടെന്ന് വായിച്ചു. ജഗദമ്പ തന്നെയായിരുന്നു, അമ്മ തന്നെയാണ് വന്നിരുന്നത് എന്ന് പറയുന്നു. അതെ, ആനന്ദത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാം ഉണ്ടാകുന്നത്. നമ്മളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഒരാനന്ദമാണ്. ആനന്ദത്തിൽ നിന്നാണ് പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഇസ് ദ പ്രൈമോഡിയൽ കോസ് ഫോർ ദ എൻറ്റയർ പ്രൊജക്ഷൻ ഓഫ് ദി യൂണിവേഴ്സ്, ഓർ ക്രിയേഷൻ എന്ന് വിളിക്കുന്ന പ്രൊജക്ഷൻ ഓഫ് ദി യൂണിവേഴ്സ്. അത് ഓരോന്നിലും അടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആദി മാതൃസ്വരൂപം. ഈ ആനന്ദത്തെയാണ് മാതൃസ്വരൂപമായിട്ട് കാണുന്നത്. അപ്പോൾ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ആ പാരസ്പര്യത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലായി. ഈ ആനന്ദത്തെയാണ് ഈ നൃത്തത്തിൽ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ നൃത്തത്തിൽ ആ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. വിജയിക്കണമെന്നൊന്നുമില്ല, ശ്രമം നടത്തുന്നു. പക്ഷേ നൃത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഈ കുണ്ടലിനിയുടെ ഉയർച്ച ഉണ്ടാവും. നൃത്തം ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ശാരീരികമായിരിക്കുന്ന പ്രക്രിയ കൊണ്ട് കുണ്ടലിനി ഉയർന്ന് മുകളിലുള്ള ചക്രങ്ങളിലേക്ക് പോവുകയും അതുകൊണ്ട് അതിയായ ആനന്ദം ലഭിക്കുകയും ചെയ്യും. ആനന്ദത്തിലേക്ക് ഒരു എത്തിനോട്ടം സംഭവിക്കും. സഹസ്രാരം വരെയൊന്നും പോകുന്നില്ലെങ്കിൽ പോലും മനുഷ്യന് ഉത്കടമായൊരു സുഖം, ആനന്ദം അനുഭവിക്കത്തക്കവണ്ണമുള്ള ഒരു പാരമ്യതയിലേക്ക് ചക്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ആ നൃത്തം കഴിഞ്ഞതിന് ശേഷം ഈ കുണ്ടലിനിയെക്കുറിച്ച് പറയുന്ന പോലെ അത് നേരെ താഴോട്ട് പതിക്കുന്നു എന്നുള്ളത്. നേരെ താഴോട്ട്, അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് നേരെ താഴോട്ട് പതിക്കുകയാണ്. പതുക്കെ ഇറങ്ങുകയല്ല, നേരെ താഴോട്ട് പതിക്കും. ഈ നേരെ താഴോട്ട് പതിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അത് വന്ന് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ചക്രങ്ങളിൽ വന്ന് ഇടിച്ച് അവയെ കൂടുതൽ പ്രദീപ്തമാക്കുന്നു. അങ്ങനെ അടിസ്ഥാന ചക്രങ്ങളിൽ വന്ന് ഇടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ചക്രങ്ങളുടെ സ്വഭാവം ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ കലാകാരന്മാരായിരിക്കുന്ന പലരും അവരുടെ വിഷയ താല്പര്യങ്ങൾ മുമ്പോട്ടായി കാണുന്നത് പൊതുവെ സമൂഹത്തിൽ കളിയാക്കാറുണ്ട്. അതിന് കാരണം ഇതാണ്. കലാരചനകൾ അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്ന ഭാവനയുടെ വിലാസം, അഭിനയം, നൃത്തം, ചിത്രരചന, ഇതുപോലുള്ള പ്രതിഭാധനമായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വിരാമം പെട്ടെന്ന് ഈ താഴോട്ട് വരവ് സംഭവിക്കും. താഴോട്ട് വന്നിട്ട് ബേസിക് ചക്രങ്ങളിൽ ഇടിക്കുന്നു. അതുകൊണ്ട് അവർ വളരെ വിഷയ
സുഖങ്ങളോടുള്ള താല്പര്യം അവർക്ക് സ്വാഭാവികമായിട്ടും കൂടുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാമകൃഷ്ണദേവൻ്റെ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്ന എല്ലാവരിലും നരേന്ദ്രൻ ഒരു പൗരുഷ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ചിത് ഭാവത്തിലുള്ള ആളായിരുന്നു എന്നുള്ള മനസ്സിലാക്കാം. എന്നാൽ അവിടെ അദ്ദേഹത്തോട് മധുരഭക്തിയിൽ, അതായത് ഗോപിമാർക്ക് കൃഷ്ണനോട് തോന്നുന്ന പോലുള്ള മധുരഭക്തിയിൽ രാമകൃഷ്ണദേവനോട് പ്രേമഭക്തി ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. രാഖാൽ മുതലായ ആൾക്കാർ. രാഖാൽ പിന്നെ ശാരദാനന്ദ സ്വാമിയായിട്ട് രാമകൃഷ്ണ മിഷൻ്റെ പ്രസിഡൻ്റായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഖാലിനെ പോലുള്ളവർ നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ നരേന്ദ്രന് അതിനോട് എതിർപ്പുണ്ടായിരുന്നു. നരേന്ദ്രൻ ഇത് എന്തിനാണ് എതിർത്തതെന്ന് നരേന്ദ്രൻ മനസ്സിലായിട്ടില്ല എന്ന് നരേന്ദ്രൻ പറയുന്നുണ്ട്. നരേന്ദ്രനത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല എന്ന് തോന്നിയിരുന്നു. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. രാമകൃഷ്ണദേവനെക്കുറിച്ച് അങ്ങനെ ആ ചുറ്റുവട്ടത്ത് ഒരു കുപ്രസിദ്ധിയും പ്രചരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട പൂർണ്ണൻ എന്ന് പറയുന്നൊരു കൊച്ചു ചെറുപ്പക്കാരനുണ്ട്. പൂർണ്ണൻ എപ്പോൾ വന്നാലും ഗംഗയുടെ വശത്തേക്കുള്ളൊരു വരാന്തയുണ്ട് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത്, ദക്ഷിണേശ്വരത്ത്. ആ വരാന്തയെ കൊണ്ട് നിർത്തി കെട്ടിപ്പിടിച്ച് കരച്ചിലും ഭയങ്കരമായിരിക്കുന്ന ഭാവപ്രകടനങ്ങളുമായിരുന്നു രാമകൃഷ്ണദേവൻ കാണിച്ചുകൊണ്ടിരുന്നത്. പൂർണ്ണന് ഇതൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ ആരുമൊക്കെ കുറ്റം പറഞ്ഞ പൂർണ്ണനെ വീട്ടിൽ നിന്ന് വിടാതായി. ഞാനിത് ഇടയ്ക്ക് പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. പൂർണ്ണനെ കാണാൻ വേണ്ടി രാമകൃഷ്ണദേവന് സഹിക്കാൻ വയ്യാത്ത ആഗ്രഹമുണ്ടായിട്ട് കൽക്കട്ട വരെ പോയി. കൽക്കട്ട വരെ പോയി പൂർണ്ണനെ കണ്ടു. പക്ഷേ ഇത് അവസാന കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം മാതൃദേവിയോട് പറഞ്ഞിരുന്നത്രേ, ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, കൽക്കട്ടയിൽ പോവുകയും വേറൊരാളുടെ ഭക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ അവസാനം അടുത്തു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൽക്കട്ടയിൽ അദ്ദേഹം പോയി. മാസ്റ്റർ മഹാശയൻ്റെ വീട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മഹേന്ദ്രനാഥ് ഗുപ്ത, മാസ്റ്റർ മഷായി എന്ന് വിളിക്കും. ആ മാസ്റ്റർ മഷായിയുടെ വീട്ടിൽ പൂർണ്ണനെ കൊണ്ടുവന്ന് നിർത്തി കണ്ടിട്ട് വരികയായിരുന്നു. പൂർണ്ണനെ കുറിച്ചൊന്നും പിന്നീട് വിവരമില്ല, അതൊക്കെ മാറിപ്പോട്ടെ. രാഖാൽ ഇതുപോലെ രാമകൃഷ്ണദേവനോട് വളരെ അടുപ്പം തോന്നിയിരുന്ന വ്യക്തിയായിരുന്നു. രാഖാലിൻ്റെ നൃത്തമോ ഇതിനൊന്നും നരേന്ദ്രന് ഇഷ്ടമല്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൊതുവേ നരേന്ദ്രൻ്റെ രീതി അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഇതൊന്നും ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷെ പിന്നീട് ഷിക്കാഗോയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ഉടനീളം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സായിപ്പ് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നത്, അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിഭയങ്കരമായ എക്സസി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ ഈ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് വളരെ മുമ്പില്ലാത്ത തരത്തിലുള്ള വിഷയ താല്പര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. വിവേകാനന്ദ സ്വാമികൾ മനസ്സിലാക്കുകയാണ്, ഇതാണ് ഞാനെന്ന് ആ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞത്. ആ കുണ്ടലിനിയുടെ ഉയർച്ചയും അതുപോലുള്ള താഴ്ചയും. അപ്പോൾ ഇത് ഡ്രൈവ് സ്ലോലി ആൻഡ് റീച്ച് സേഫ്ലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് വളരെ അപകടം തന്നെ ഉണ്ടാക്കും. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പശുവിനെ കൊണ്ടുവന്ന് വീട്ടിലും തൊഴുത്തിലും പറമ്പിലും ഒക്കെ മാറ്റി മാറ്റി കെട്ടുന്ന പോലെ കുലകുണ്ടലിനിയായിട്ട് കെട്ടാൻ കഴിയുന്നത് അത്ര മിടുക്കനായ സാധകനാണ്. അതല്ലാത്തവർക്ക് സാധിക്കില്ല. അപ്പം നൃത്തത്തിന് ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ ആ പയ്യൻ്റെ ചോദ്യത്തിൽ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പാരസ്പര്യത്തിൽ അനുഭവം എന്ന് പറയുന്നത് രണ്ടു പേർക്കുമുള്ള ആകർഷണത്തെക്കുറിച്ച് ചോദിച്ചു. ഈ ആകർഷണമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മുഴുവൻ. അതിൻ്റെ പേരാണ് പ്രേമം. ആകർഷണം ഉണ്ടായിരിക്കുക, 1. 2 പരസ്പരം വിധേയത്വം ഇല്ലാതിരിക്കുക, 3 പരസ്പര അധീശത്വത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഈ 3 കൂടെ ചേർന്ന് ഈസ് ഈക്വൽ ടു പ്രേമം.
ഇതാണ് പ്രേമം. നമ്മളിപ്പോൾ പ്രേമം എന്ന് വിളിക്കുന്ന എന്തിനൊക്കെയാണ് ഇതുള്ളത്? ഒന്നാമത്തേത് തീർച്ചയായിട്ടും ഉണ്ട്, ആകർഷണം ഉണ്ടായിരിക്കുക. ബാക്കി രണ്ടുമില്ല. അപ്പോൾ സ്വാർത്ഥമായിരിക്കുന്ന ഒരാഗ്രഹമാണ്, പ്രോസസ് ചെയ്യാനുള്ള, നേടിയെടുക്കാനുള്ള ആഗ്രഹം. ഒരു മനുഷ്യൻ മറ്റൊന്നിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വിപുലീകരണം മാത്രമാണ് ഒരു രാജ്യത്തിന് ഒരു സാമ്രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ സാമ്രാജ്യത്തെ എതിർക്കാറുണ്ട്, വിപുലീകരണത്തെ എതിർക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്, വിപുലീകരണത്തിൻ്റെതായ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ സഹജമായിരിക്കുന്ന സ്വഭാവം അവനിങ്ങനെ സ്വന്തമാക്കുന്ന പ്രക്രിയയിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇത് തീരുകയുള്ളൂ. ഒരുവൻ മറ്റൊന്നിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഒരു രാഷ്ട്രം അതിൻ്റെ വിപുലീകരണവും സാമ്രാജ്യത്വവും ഒക്കെ തുടരും. ഇതാണ് എൻ്റെ പൊളിറ്റിക്സ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലൊരു പാരസ്പര്യം, ആനന്ദ സ്വഭാവമായിരിക്കുന്ന പാരസ്പര്യം, അവിടെ ചിത്തും ആനന്ദവും തന്നെ രാധാകൃഷ്ണ സങ്കല്പം, സാറടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എനിക്ക് തിരിച്ചു വരുന്നത്. രാധാകൃഷ്ണ സങ്കല്പത്തിൽ ഈ ചിത്ത് കൃഷ്ണനായിട്ടും ആനന്ദമായിട്ട് രാധയായിട്ടും കാണുന്നു. ഇതിങ്ങനെ ഇങ്ങനെ പോളാരിറ്റി മാറി മാറി വരികയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പോലെയാണ്. അവരൊരു ഫേസും ന്യൂട്രലും മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ധ്രുവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് ആധാരത്തിൽ ഇരിക്കുന്ന രാധ എന്ന് പറയുന്നത് ചിത് ശക്തിയായും അതിൻ്റെ നേരെ എതിരെ വരുന്ന കൃഷ്ണൻ ആനന്ദശക്തിയായിട്ടും മാറുന്ന അവസരങ്ങളുണ്ട്. ഉദാഹരണം, കഥയിൽ ഹരിവംശത്തിലാണോ ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണോ എന്ന് എനിക്കറിഞ്ഞില്ല. രാധ ഭാഗവതത്തിലൊന്നും ഉള്ള ആളല്ല. രാധയെ വിരഹിണിയായ രാധയുടെ മുമ്പിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുമ്പോൾ രാധ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ കൃഷ്ണൻ എന്ന് പറയുന്നത് വിശ്വവ്യാപിയാണ്, അല്ലാതെ ഈ മധുരാപുരിയിൽ കിങ് മേക്കറായിട്ടിരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് വളരെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് അതിനെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് ഈ ശാരീരികമായ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ചിച്ഛക്തിയിലേക്ക് ആര് ഉയരുന്നു? രാധ ഉയരുന്നു. ആനന്ദഭാവത്തിലേക്ക് ആര് വീഴുന്നു? കൃഷ്ണൻ വീഴുന്നു. ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ അനവധി സ്ഥിതികൾ അവിടെയുണ്ട്. അത് വളരെ രസകരമായിട്ട് ഓരോരോ ഭാഗത്തായിട്ടത് നിറച്ച് വെച്ച് ഇത് പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് വെറുതെ കഥ വായിച്ച് പോകുമ്പോൾ പോകും. ഇത്രയേ ഉള്ളൂ. എല്ലാ തലത്തിലുമുള്ള ആൾക്കാർക്കുള്ള ആസ്വാദ്യത കൊടുക്കുക എന്നുള്ളതാണ് പണ്ടുള്ള കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അവരൊരു കാര്യം എഴുതിയാൽ ദാ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ്. ദാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദമം ആണ് എന്ന് ദേവന്മാർ കരുതി. കഥ പറയുകയാണ്. ഇനി അടുത്ത ചോദ്യം ആരെങ്കിലും ബ്രഹ്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരരുത്, കഥ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. ദമം എന്ന് എടുത്തു. ദാനവന്മാർ വിചാരിച്ചു ദയായിരിക്കും പറഞ്ഞതെന്ന്. മനുഷ്യരത് ദാനമാണെന്ന് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരവരുടേതായ ഭാഷയിൽ അവരവരങ്ങ് സ്വീകരിക്കും. അവരവർക്ക് പ്രധാനമായിരിക്കുന്ന കാര്യം മനുഷ്യന് ദാനം കൊടുക്കാനേ പറ്റുള്ളൂ, അത് മാത്രമേ ഉള്ളൂ അവനൊരു, അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഗമയുമാണ്. അതേസമയം അതിശക്തന്മാരായിരിക്കുന്ന അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ദയയാണ് അവരുടെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച. അവർക്ക് ദയയാണ് തോന്നിയത്. മതം കൊണ്ട് ഭ്രമിച്ച് കിടക്കുന്ന ദേവന്മാർക്ക്, കാരണം എന്തുകൊണ്ട്, അവർക്ക് അവരുടെ പുണ്യം, അവരുടെ കയ്യിലിരിക്കുന്ന മെറിറ്റ് എന്ന് പറയുന്ന മോൺസ്ട്രസ്സാണ്. അത്രത്തോളം പുണ്യം അവർക്കിരിക്കുന്നു. അതിങ്ങനെ വെളിയിലോട്ട് പോയേ വെക്കുള്ളൂ, അത് പോകാതിരിക്കുകയില്ല. പുണ്യം എവിടെ കൂടിക്കഴിഞ്ഞാലും അത് ശരിയായ രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുന്നുള്ളതാണ്. ആ ദമം എന്ന് പറയുന്ന മതം തിരിച്ചിട്ടതാണ്. മതം ഉണ്ടായിരുന്നതിനെ ഒന്ന് തിരിച്ചിട്ടോ അവർ ദമമാക്കി. അപ്പോൾ ഒന്ന് പറയുന്നതിനെ പലതായിട്ട് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ തരത്തിലുള്ളവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അവർ എഴുതി പോയിട്ടുണ്ട്. അപ്പം പ്രാച്യന്മാരായിട്ടുള്ളവർ, ജിജ്ഞാസുക്കളായിട്ടുള്ളവർ ഇതിൻ്റെ ആന്തരിക തത്വത്തിൽ എടുക്കുമ്പോൾ മറ്റുള്ളവർ രാധാകൃഷ്ണ തത്വം എടുത്ത്
അതിൻ്റെ പിന്നെ ഉം, പ്രേമവും ആ കാര്യങ്ങളുമൊക്കെ എടുത്ത് സങ്കല്പിച്ചുകൊണ്ട് അതുപോലെയൊക്കെ അഭിനയിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ നോക്കുകയും പരാജയപ്പെടുകയോ വിജയിക്കുകയോ ഒക്കെ എന്തെങ്കിലും ചെയ്ത് നടക്കട്ടെ, അതിലങ്ങ് പോയിക്കോളും. അപ്പോൾ ഓരോരുത്തർക്കുള്ളത് വച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാരസ്പര്യം അവിടെ ജ്ഞാനസമർത്ഥകമായിട്ട് വരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റായിട്ട് ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ പരിവർത്തനം, ഇങ്ങനെ ചാക്രികമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലെ പരിവർത്തനം, പോള് തിരിഞ്ഞു വരുന്നത്, ധ്രുവം തിരിഞ്ഞു വരുന്നതിലുള്ള ആ പരിവർത്തനം അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവായിരിക്കുന്നവൻ ശിഷ്യനാകാം, ശിഷ്യനായിരിക്കുന്നവൻ ഗുരുവാകാം എന്നും അതിനകത്ത് സൂചനയുണ്ട്. ആ പാരസ്പര്യത്തിന് അതുകൊണ്ടാണ് സഹനാഭവതു സഹനോ പുനക്തു എന്നൊക്കെ പറഞ്ഞ ശാന്തി മന്ത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിക്കട്ടെ, ഒന്നിച്ച് മനസ്സിലാക്കട്ടെ, ഒന്നിച്ച് സന്തോഷിക്കട്ടെ, നമ്മൾ തേജസ്വികളായി തീരട്ടെ, നമ്മൾ വിദ്വേഷമുള്ളവരായി വിദ്വേഷമുള്ളവരായി ഭവിക്കാതിരിക്കട്ടെ, നമ്മൾ രണ്ടുപേരും എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഈ ദ്വന്ദ്വം വീണ്ടും രണ്ടുപേര് വീണ്ടും വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്ന ആ പൊളാരിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഔപനിഷദികം അതിനെ വിളിക്കുന്നത്. അടുത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദൂരെ ഒരു മലയുടെ മുകളിൽ കയറുന്ന വിളിച്ച് പറയുക എന്നുള്ളതല്ല. അടുത്തിരുന്ന് ശ്രവിക്കുക. അടുത്തിരുന്ന് ശ്രമിക്കുമ്പോൾ അനുധാവനം എന്ന് നമ്മളിന്ന് രാവിലെ സംസാരിച്ചതുപോലെ അനുധാവനം കൂടെ ഓടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് നമ്മുടെ പാകപ്പിഴകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സാർ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അറിയാതെ അതിനകത്തേക്ക് കയറി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നന്നാകുന്നു. അപ്പോൾ ആ ഗുരുശിഷ്യ ബന്ധത്തിലെ പാരസ്പര്യം ഇത്തരത്തിലുള്ളൊരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെയും ബന്ധം ഇത് തന്നെയാണ്. സൂഫിസത്തിൽ സാറ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. സൂഫിസത്തിൽ ഗുരുവും ശിഷ്യനുമായിട്ട് ആ സിൽസിലയിലൊരു പ്രേമബന്ധമാണുള്ളത്. അല്ലാഹുവിനെ പ്രേമിക്കണം എന്നുള്ളതാണ് ഐഡിയലായിട്ടുള്ള കാര്യമെങ്കിൽ പോലും മനുഷ്യന് സാധിക്കുന്നതൊന്ന് എന്നുള്ള നിലയിൽ അവൻ്റെ തൊട്ട് മുകളിലുള്ള ഗുരുവിനെ അങ്ങ് പ്രേമിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരാറുണ്ട്. ഞാനത് ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാരെ ഒരുപാട് പേരെ കണ്ടിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ. നമ്മുടെ ചില ക്യാമ്പുകൾക്കും ഇതിനുമൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ദൃഢമായ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നതിൽ 2 മിനിറ്റ് 8 മിനിറ്റ് ഇടവിട്ടെങ്കിലും അവരുടെ ഗുരു കയറി വരുന്ന അവരുടെ സംസാരങ്ങളിൽ കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അവർക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രേമം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവനവൻ്റെ ഗുരുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബലമായ നിയന്ത്രണം, അവനവൻ്റെ ആത്മനിയന്ത്രണം ആവശ്യമുണ്ട്. ഇളകിയിരിക്കുന്നൊരു മനസ്സാണെങ്കിൽ ഇതെല്ലാം പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് അതിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നതുകൊണ്ട് അത് പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ രമണ മഹർഷിയെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും രമണൻ എന്ന് പേരിടുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ അകത്ത് കിടക്കില്ല. കങ്കാരുവിൻ്റെ കുട്ടിയെ പോലെയാണ്. അത് പുറത്ത് ചാടാനുള്ള വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കും. ഈ പുറത്ത് ചാടുന്നത് എന്നെങ്കിലും കൈവിട്ടങ്ങ് പുറത്ത് പോവുകയും ചെയ്യും. അതോടെ ഈ സ്വഭാവം അങ്ങ് തീരുന്നു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ. അപ്പോൾ ഇത്തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം ആണ് ഗുരുശിഷ്യ ബന്ധത്തിലുള്ളത്, ആ പാരസ്പര്യത്തിലുള്ളത്. അപ്പോൾ രാധാകൃഷ്ണ സങ്കല്പത്തിലെ പാരസ്പര്യം, സൂഫിസത്തിലെ പാരസ്പര്യം, ഇതുപോലെ തന്നെ സാറിൻ്റെ ആ മറുപടി ചോദിക്കുമ്പോൾ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സെയിൻറ്റ് ഫ്രാൻസിസും ക്ലാരയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളിത് സംസാരിക്കണം എന്ന് പറയുന്നു. വിശദമായിട്ടത് സംസാരിക്കാനായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്കതിനകത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് പുറത്തിണക്കി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഒരു ദിവസം. ക്ലാര കാണുന്നത് ആനന്ദഭാവത്തിൽ മാത്രമാണ് ആ ബന്ധത്തെ. ക്ലാരയ്ക്ക് വേറൊന്നുമില്ല, വേറൊന്നും നിവൃത്തിയില്ല. തൻ്റെ പ്രിയതമൻ സന്യാസം സ്വീകരിച്ചു, എന്നാൽ ഞാനും സന്യാസം സ്വീകരിക്കുന്നു. ആദ്യമായി തലമൊട്ടയടിച്ച് സന്യാസിനിയാവുന്നു അവരങ്ങ് തീരുമാനിക്കുകയാണ്.
നമുക്കൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം എന്ന് പറയുമ്പോൾ ഒരു വലിയ മൈതാനത്തിന് നടുക്ക് വരാനാണ് പറയുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ്. കാരണം അദ്ദേഹത്തിന് ഈ ആനന്ദത്തിൽ നിന്ന് അദ്ദേഹം കരകയറി കഴിഞ്ഞു. അതിനേക്കാളും വലിയ ആനന്ദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തൻ്റെ ഏകാന്തതയിൽ ഈ ചുറ്റുമുള്ള വിശ്വവുമായിട്ട് മുഴുവൻ സഹവസിക്കുന്ന, അല്ലെങ്കിൽ ചുറ്റുമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവനുമായിട്ട് പാരസ്പര്യത്തിൽ ഏർപ്പെടുന്ന മഹത്തായ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും മനസ്സിൽ നിൽക്കില്ല. അത് അനുഭവിക്കാതെ അത് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അത് മനസ്സിലാവുന്നില്ല, ക്ലാരയ്ക്കത് മനസ്സിലാവുന്നില്ല. ആ അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പാരസ്പര്യങ്ങളിലൊക്കെ തന്നെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്തിൻ്റേതായ വഴിയിലേക്ക് പോകുന്നു. ആനന്ദത്തെ വിട്ടുകൊണ്ട് മുകളിലേക്ക് പ്രജ്ഞയിലേക്ക് കയറുന്നു. പ്രജ്ഞയിൽ എത്തിക്കഴിയുമ്പോൾ ഈ പ്രേമം കരുണയായി മാറി സമൂഹത്തിന് മുഴുവൻ, ചുറ്റുപാടിന് മുഴുവൻ കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ ഒറ്റപ്പെടലിൽ നിന്ന് കുറച്ചുകൂടി ഫലപ്രദമായി സമൂഹത്തെ സേവിക്കാനോ സ്നേഹിക്കാനോ പ്രിയങ്കരമായി കാണാനോ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയണം, സമൂഹത്തിനോട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം. അതാണ് ആ പാരസ്പര്യ നിഷേധം കൊണ്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാരസ്പര്യങ്ങളിൽ അനുഭവത്തിൻ്റെ തലത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. അതായത് ഗുരു ശിഷ്യബന്ധങ്ങളിലെ പാരസ്പര്യത്തിൽ അനുഭവത്തിൻ്റേതായ അവസ്ഥ പിറകു നിൽക്കുകയും അറിവിൻ്റേതായ ചിത്തിൻ്റേതായ അവസ്ഥ മുമ്പ് നിൽക്കുകയും ചെയ്യും. അവിടെ ഒരു മാസ്റ്റർ എന്നുള്ള നിലയിൽ കർക്കശ സ്വഭാവമുള്ള ഒരച്ഛൻ്റെ രീതിയാണ് ഗുരു സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉർജീഫ് പറയുമായിരുന്നു, അച്ഛനെ അനുസരിക്കാൻ പാടുള്ളവർ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമായിരുന്നു. അദ്ദേഹം പറയുന്ന അച്ഛനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ സ്പിരിച്വൽ ഹൈറ്റുകളിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. കൺഫ്യൂഷ്യസും ഏതാണ്ട് അതുതന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മിസ് ചെയ്തത് അച്ഛനെയാണ്. അച്ഛനൊരു വലിയ അരിസ്റ്റോക്രാറ്റിക് വാറിയറായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു. ഈ നമ്മളിവിടെ സമുറായി എന്നൊക്കെ ജപ്പാനിൽ പറയുന്നത് പോലെ അവിടുത്തെ യോദ്ധാക്കളുടേതായ ഒരു കുടുംബത്തിലാണ് കൺഫ്യൂഷ്യസിൻ്റെ അച്ഛൻ ജനിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്കും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ആ കുടുംബം അങ്ങ് വീഴുകയാണ്. അമ്മ ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ ജോലിക്കായിട്ട് പോവുകയും അവിടെ കൺഫ്യൂഷ്യസ് കുങ്ഫുത്സേ അദ്ദേഹം കൂടെ പോവുകയും അവിടുത്തെ പ്രഭു വാത്സല്യം തോന്നി ഇയാളെ പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് കൺഫ്യൂഷ്യസ് നിയമജ്ഞനായി മാറുന്നത്. അപ്പം നഷ്ടപ്പെട്ടത് അച്ഛനെയാണ്. അതിൻ്റെ വില നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് കൺഫ്യൂഷ്യസ് അനലക്സ് മുഴുവൻ സംസാരിച്ചിരിക്കുന്നതിൽ 10 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ കടന്നു. ഈ അച്ഛൻ കടന്നു വരുന്നത് അധികാര സ്ഥാനത്തേക്കുള്ള താല്പര്യമായി കണ്ടുകൊണ്ടാണ് ഇപ്പം കൺഫ്യൂഷ്യസിനെ ചൈനീസ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അത് നല്ലതാണെന്ന്, ഇത് കൊള്ളാം, നമുക്കത് പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ളൊരു താല്പര്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാവോ സേതുങ്ങിനെ പോലും മാറ്റി വെച്ചുകൊണ്ട് കൺഫ്യൂഷ്യസിനെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അവിടെ. അത് മനസ്സിലാക്കി കാണണം ഒരുപക്ഷെ. എന്തായാലും ഈ അനുഭവത്തിൽ, ഗുരു ശിഷ്യ അനുഭവത്തിൽ ജ്ഞാനത്തിൻ്റെ സ്വഭാവത്തിന് അറിവിൻ്റെ സ്വഭാവത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ ഗുരുപത്നി എന്നുള്ള സങ്കല്പത്തിലാണ് വാസ്തവത്തിൽ പണ്ടത്തെ കാലത്ത് മാതൃസഹജമായിരിക്കുന്ന ഒരു ലാളനയും സ്നേഹവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അവിടെ രണ്ടും വേണമല്ലോ, ഇല്ലാതെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. ഇപ്പം രണ്ടും ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം നമ്മൾ ഈ ന്യൂക്ലിയർ കുടുംബങ്ങൾക്ക് പകരം അപ്പൂപ്പനും അമ്മയൊക്കെയുള്ള കുടുംബം ഉണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അച്ഛനും അമ്മയും സമയമില്ലാത്തവരും കടുപ്പമുള്ളവരും ചുമ്മാ വഴക്കൂടുന്നവരുമൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പൂപ്പനും അമ്മയും കഥ പറയുകയും ലാളിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഒരു തണുപ്പിക്കുന്ന പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇല്ലെങ്കിൽ ഇത് മാത്രം കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഈ പാരസ്പര്യത്തിൻ്റെ അനുഭവത്തിൽ പലപ്പോഴും
സാറ് പറഞ്ഞ നൃത്താനുഭവങ്ങളിലായാലും ശരി, രാധാകൃഷ്ണ ബന്ധത്തിലായിരുന്നാലും ശരി, ഗുരുശിഷ്യ ബന്ധത്തിലായിരുന്നാലും ശരി, സൂഫി ഗുരുക്കന്മാരോടുള്ള ബന്ധങ്ങളിലായിരുന്നാലും ശരി, ഇവിടെയൊക്കെ ചിദാനന്ദാനുഭവങ്ങളുടെ വൈവിധ്യം നമുക്ക് ദൃശ്യമാണ്. ഇത്രയുമാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.